മുന്നേ ഇട്ട പല വീഡിയോകളിലും പറഞ്ഞിരുന്നു നമ്മുടെ താറാവിനെ ഇട്ടിരുന്ന കുളത്തിൻ്റെ ശോചനീയാവസ്ഥയെപ്പറ്റി. അതായത് താറാവ് കുളത്തിൻ്റെ വക്കെല്ലാം കുത്തി ഇടിച്ച് കുളം ആകെ നികത്തി സൈഡെല്ലാം ഇടിച്ച് ഷീറ്റൊക്കെ മറിഞ്ഞ് വീഴാറായ ഒരു സാഹചര്യത്തെപ്പറ്റി മുന്നത്തെ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ളൊരു പരിഹാര മാർഗ്ഗം എന്ന നിലയിൽ പല ആശയങ്ങളും പല ആൾക്കാരും പറഞ്ഞെങ്കിലും ഏറ്റവും അവസാനം ഇതിന് യോജിച്ചൊരു രീതിയെന്ന് എനിക്ക് തോന്നിയത് അസ്ബറ്റോസിൻ്റെ ഷീറ്റ് കൊണ്ടുവന്ന് സൈഡ് മറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുളം വറ്റിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുളം വറ്റിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 7 HP മോട്ടർ വാടകയ്ക്ക് എടുത്തിരുന്നത്. ഏകദേശം 1200 രൂപയാണ് അതിന് ഒരു ദിവസത്തെ വാടകയായിട്ട് വന്നത്. അപ്പോൾ അതാണെങ്കിൽ കൊണ്ടുവച്ച കുളത്തിലാകെ ചപ്പും ചവറും ചെളിയും അടിഞ്ഞു കിടക്കുന്ന കാരണം പുട്ടുവാൽവിനകത്ത് എപ്പോഴും അഴുക്ക് കയറുകയും പിന്നീട് അത് ഇറങ്ങി വൃത്തിയാക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കുളത്തിൽ അത്യാവശ്യം മീനും ഉണ്ടായിരുന്നു. വലിയ മോശമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നാടൻ വരാൽ കുളത്തിൽ ആവശ്യത്തിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്നതിനല്ല പ്രാധാന്യം കൊടുത്തത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഒറ്റ ദിവസം കൊണ്ട് മാക്സിമം ജോലികൾ ചെയ്ത് തീർക്കുക എന്നുള്ളതിനാണ്. ഏകദേശം 10-16 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ കുളം കുഴിച്ചത്. കുളം കുഴിച്ചിട്ട് അതിന് ശേഷം പലതവണ കുളം വറ്റിച്ച് ഞങ്ങൾ മീനെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഇതിനകത്ത് ചെളി കോരി മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. കാരണം അത് ഇത്രത്തോളം ചെളി അതിനകത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും താറാവ് ഇടിച്ചിറക്കിയ മണ്ണും സൈഡിലുണ്ട്. അത് കണക്ക് തന്നെ വർഷങ്ങളായിട്ട് കുളത്തിൽ കിടക്കുന്ന ചെളിയുണ്ട്. അപ്പോൾ അതെല്ലാം വാരി സൈഡൊക്കെ ഒന്ന് ഉയർത്താം, കുളത്തിൻ്റെ 4 ഭാഗവും ഒന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ള രീതിയിലാണ് കാശ് എത്ര ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാലോ കുറച്ച് കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് ചെയ്താലോ ഒന്നും തീരത്തില്ല എന്നുള്ള ബോധം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ 2 പണിക്കാരെ വെച്ചിരുന്നു. അപ്പോൾ അവരാണ് നമുക്ക് ഈ ഷീറ്റ് ഇറക്കുന്നതൊക്കെ. എന്നിരുന്നാലും ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ 2 പണിക്കാരും ആ പണി ചെയ്യാൻ വന്ന 2 ചേട്ടന്മാരും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ അസ്ബറ്റോസിൻ്റെ ഷീറ്റുകളെല്ലാം കൊണ്ട് ഇറക്കി വെച്ചതും അത് കണക്ക് തന്നെ സൈഡുകളിലൊക്കെ എടുത്തുകൊണ്ട് കെട്ടിയതും. ഇതിനാണെങ്കിൽ ഒടുക്കത്തെ വെയിറ്റാണ്. അസ്ബറ്റോസിൻ്റെ ഷീറ്റ് വളരെ ഭാരം കൂടി ഒന്നായതുകൊണ്ട് നമുക്കത് 3 പേരും 4 പേരും ഒക്കെ ചേർന്നാണ് ഉയർത്തി മാറ്റുന്നത്, ഓരോ സൈഡുകളിലേക്ക് എത്തിക്കുന്നത്. അസ്ബറ്റോസിൻ്റെ ഷീറ്റിന് തന്നെ ഏകദേശം 10 അടിയുടെ ഒരെണ്ണത്തിന് 350 രൂപ വീതമാണ് എനിക്കായത്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വക്ക് പൊട്ടിയതും മേൽഭാഗമൊക്കെ സൈഡൊക്കെ ഇച്ചിരി പൊട്ടിയതൊക്കെ നോക്കിയെടുത്തത്. ആകുമ്പോൾ 200 രൂപയ്ക്ക് കിട്ടി. മൊത്തം 12 ഷീറ്റ് എടുത്തു. അതിനകത്ത് 6 എണ്ണം 350 രൂപയുടെ നല്ല ഷീറ്റും 6 എണ്ണം വക്കൊക്കെ പൊട്ടി 250 രൂപയുടെ ഷീറ്റുകളുമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഉള്ളത് കൊണ്ട് എന്തായാലും കുളം മാക്സിമം പറ്റാവുന്നത്ര വൃത്തിയാക്കുക എന്നുള്ള രീതിയിലാണ് പണി തുടങ്ങിയത്. അതുപോലെ തന്നെ കുളത്തിനകത്ത് നമുക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിനകത്ത് ചെളിയാണ്. ഇത് കോരി മാറ്റുക എന്നുള്ളത് ഞാൻ വിചാരിച്ചതുപോലെ അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. വെള്ളം വറ്റി തീർന്ന് അത്യാവശ്യം ഷീറ്റൊക്കെ അടിച്ചു വന്നപ്പോൾ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ണാനുള്ള സമയം. പിന്നെ നമ്മൾ ചോറൊക്കെ കൊണ്ട് തിരിച്ച് വന്നിട്ടാണ് കുളത്തിൽ നിന്നുള്ള ചെളി കോരാൻ തുടങ്ങിയത്. അത് ഇവർ 2 പേരും ഞങ്ങൾ 3 പേരും മാക്സിമം ശ്രമിച്ചിട്ടും കുളത്തിൽ നിന്നുള്ള ചെളി ഒരു 100% 5% നമുക്ക് നീക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി അത്രയും ചെളി ആ കുളത്തിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഏകദേശം എൻ്റെ മുട്ടിന് മുകളിലും പല ഭാഗങ്ങളും ആഴം കൂടി തുടയ്ക്ക് മുകളിലുമൊക്കെ ചെളി കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം വാരി ഈ ഷീറ്റിൻ്റെ ബാക്ക് സൈഡുകളിലേക്ക് ഇട്ട് അവിടെ ഹൈറ്റ് കൂട്ടി സ്ട്രോങ് ആക്കി എടുക്കണം. അപ്പോൾ നിലവിൽ പണി ചെയ്ത് ഈ ഒരു അവസ്ഥ വരെ എത്തിച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ നമ്മൾ ഇപ്പുറത്തൊരു ചാലുണ്ട്. ആ ചാലും എത്രയും പെട്ടെന്ന് തന്നെ നികത്തിയെടുത്ത് താറാവ് കൂടിൻ്റെ കരയുടെ വിസ്തൃതി ഇച്ചിരി അല്പം കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളമൊക്കെ ഒരുവിധം പറ്റിച്ചിട്ട് ഇതേ കണക്കുള്ള ചെളി കോരി കരയ്ക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ ഉണക്കായതുകൊണ്ട് ഒരു 4-5 ദിവസം കരയ്ക്ക് കിടക്കുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങി കട്ടിയാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആകെ താറാവിന് കയറി ഇറങ്ങുന്ന ഒരു അല്പ സൈഡ് മാത്രം നമ്മളൊരു ഇടിച്ചിടുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഈ ചെളി കോരി ഗ്യാപ്പുകളിലെല്ലാം ഓലക്കാലും അതുപോലെ തന്നെ പാളയൊക്കെ കുത്തി നിറച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് ചെളി ഇട്ട് നിറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്തായാലും പറ്റുന്ന പോലെയൊക്കെ പണി ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് മാക്സിമം തീർക്കാവുന്നത്ര തീർത്തു. ഇനിയും നല്ല പോലെ പണി കിടപ്പുണ്ട്. അതിന് മറ്റൊരു ദിവസം ഒരു 4 പേരെ പണിക്കാരോടെ നിർത്തി വെള്ളം വറ്റിച്ച് ചെളി കോരാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പൈസ നല്ലപോലെ ഇറങ്ങുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് എന്തായാലും മുമ്പോട്ട് പോകുന്നുണ്ട്. എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം.